അഗ്നിപർവ്വത സ്ഫോടനം എന്നത് ഭൂമിയുടെ ഉപരിതലത്തിലൂടെ ലാവ, ചാരം, വാതകങ്ങൾ എന്നിവ പുറന്തള്ളപ്പെടുന്ന പ്രകൃതി പ്രതിഭാസമാണ്. ഭൂമിക്കടിയിലെ മാഗ്മ അഥവാ ദ്രാവക രൂപത്തിലുള്ള പാറ മുകളിലേക്ക് ഉയർന്ന് അഗ്നിപർവ്വതത്തിൻ്റെ വായ്ഭാഗം വഴിയോ അതിൻ്റെ വശങ്ങളിലൂടെയോ പുറത്തേക്ക് വരുന്നതാണ് ഈ പ്രക്രിയ. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ കാരണങ്ങൾ: മാഗ്മയുടെ മർദ്ദം. ഭൂമിക്കടിയിലെ മാഗ്മ ചേമ്പറുകളിൽ മാഗ്മയുടെ അളവ് വർദ്ധിക്കുകയും അതിൻ്റെ മർദ്ദം കൂടുകയും ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നു. കൂടാതെ വാതകങ്ങളുടെ സാന്നിധ്യം. മാഗ്മയിൽ ലയിച്ചുചേർന്ന വാതകങ്ങൾ പ്രധാനമായും ജലബാഷ്പം, കാർബൺ ഡൈ ഓക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എന്നിവയാണ്. ഇവ മുകളിലേക്ക് വരുമ്പോൾ മർദ്ദം കുറയുകയും അവ വികസിക്കുകയും ചെയ്യുന്നു. ഇത് സ്ഫോടനത്തിന് കാരണമാകാം. അടുത്തത് ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം. ഭൂമിയുടെ ഉപരിതലത്തിലെ ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിമുട്ടുന്നതിൻ്റെയോ അകന്നു പോകുന്നതിൻ്റെയോ ഫലമായി ഭൂവൽക്കത്തിൽ വിള്ളലുകൾ ഉണ്ടാവുകയും അതുവഴി മാഗ്മ പുറത്തേക്ക് വരികയും ചെയ്യാം. അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ വിവിധ രൂപങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അവയുടെ തീവ്രതയും പുറന്തള്ളുന്ന വസ്തുക്കളുടെ സ്വഭാവവും അനുസരിച്ച് പലതരത്തിലുണ്ട്. ഇതിൽ അപകടകരമല്ലാത്ത സ്ഫോടനത്തെ എഫ്യൂസീവ് സ്ഫോടനമെന്നും ശക്തിയേറിയ സ്ഫോടനത്തെ എക്സ്പ്ലോസീവ് സ്ഫോടനമെന്നും പറയാറുണ്ട്. കൂടാതെ ഏറ്റവും ശക്തമായ സ്ഫോടനമുള്ളത് പ്ലീനിയൻ സ്ഫോടനം എന്നും അറിയപ്പെടുന്നു.